കണ്ണിൽ കുടുംബം വലിയൊരു കുടുംബങ്ങളാണ്. ഞങ്ങൾ ഈ മുമ്പ് ഈ കുടുംബമേള കഴിച്ചപ്പോൾ 2000 ചില്ലാനും ആളോളം ഇതിൽ ഒപ്പിട്ട് റെക്കോർഡുകളൊക്കെ വീടുണ്ട്. അത് വലിയൊരു കുടുംബം. എന്നാലും മറ്റുള്ള കുടുംബങ്ങളെ വിളിക്കാൻ കഴിഞ്ഞില്ല. അന്ന് അപ്പൻ്റെ അഞ്ചന്മാരെ കുടുംബങ്ങൾ, അരിക്കൂട്ടുകാർ, മണിണ്ടമക്കാർ, ഇങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട്. ഓരോ വിളിച്ച് കൂട്ടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പം എല്ലാവരും വന്നിങ്ങനെ ഇപ്പം ചെറിയൊരു മേളായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് വലിയൊരു മേളാക്കി കഴിയാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മളെ കുടുംബത്തിന് കുറേ ആൾ മരിച്ചു പിരിഞ്ഞ് പോയി. അതേ സങ്കടത്തോടു കൂടിയാണ് എല്ലാവരും മരിച്ചു പിരിഞ്ഞ് പോകുന്നത്. പടച്ചോൻ അവരെ കവർ വിശാലമാക്കി സ്വർഗത്തോപ്പിൽ നിന്ന് തോപ്പാക്കി മാറ്റട്ടെ. പിന്നെ ഈ അരീക്കോടുള്ള കുടുംബങ്ങളൊന്നും ഞങ്ങൾക്കാർക്കും ബന്ധമല്ല. പക്ഷേ ബാപ്പയും പാണങ്കണ്ടി കാക്കയും കണ്ടില്ലാതുള്ള കാക്കയൊക്കെ മാമുക്കാക്കൊക്കെ അരീക്കോട് പോയാൽ ഒരു കുടുംബം കാണലും പോകലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കാർക്കും ബന്ധപ്പെടാനില്ല. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളെ അങ്ങനെ, അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ പോകലില്ല. പിന്നൊക്കെ ഞങ്ങളൊക്കെ കൃഷിക്കാരായിട്ട് ആപ്പാര മുന്നിൽ ഓല കയ്യും പിടിച്ചും കൂടെ നടന്നുകൊണ്ട് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഞങ്ങൾ കുടുംബങ്ങളായിട്ട് ഇങ്ങനെ സഹകരിച്ച് സന്തോഷിച്ച് എല്ലാം കൂടി ഇങ്ങനെ പോലാണ്. ഇപ്പോൾ ശരീരമായിട്ടും വെള്ളമൊക്കെ ആയിട്ടും കുറേ പ്രയാസങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ കുടുംബത്തിന് നേതൃത്വം നൽകാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്നാലും നിങ്ങളും എല്ലാവരും കൂടി നല്ല ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചവനെ ഞങ്ങൾ കൂടി വിശാലിയൊരമലാക്കി മാറ്റണേ തമ്പുരാനെ. എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. പെങ്ങന്മാരും കുറേ മൂത്തമ്മമാർ, അമ്മായിമാർ കുറേ ആൾ സുഖമില്ലാതെ കിടക്കണവരുണ്ട്. പഠിച്ചവനെ അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കണേ തമ്പുരാൻ. ദീർഘായുസ്സും ആരോഗ്യത്തും ആരോഗ്യവും നൽകണേ തന്നെ. മരിച്ച് പിരിഞ്ഞിപ്പോൾ ഹസൈൻകാർ എന്നോട് ഉച്ചയ്ക്ക് വർത്താൻ പറഞ്ഞ് എനിക്ക് അത് വിചാരിക്കുമ്പോൾ സങ്കടപ്പെട്ടു പോകാം. വർത്തം പറയാൻ കഴിയാതായി പോകാം. പഠിച്ചവനും എല്ലാവരും അവരും സ്വർഗത്തും മാറ്റട്ടെ. പറഞ്ഞ രസം എനിക്ക് രസം